Let me ask you something. Have you ever tried to manifest a specific person? ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരാളാവാം. ആൻഡ് ഹാവ് യു എവർ ട്രൈ ടു മാനിഫെസ്റ്റ് സച്ച് എ സ്പെസിഫിക് പേഴ്സൺ? ബിക്കോസ് ഈ ഒരു മാനിഫെസ്റ്റേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വലി എ സോർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. അതൊരു എനർജി മാനിപ്പുലേഷൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഡെയിലി ആൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഡെയിലി 369 മെത്തേഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് യു മൈറ്റ് ഹാവ് തോട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾ നിങ്ങളോട്ട് വരുമെന്നുള്ളതാണ്. ആൻഡ് സംടൈംസ് ആൾ വരുമായിരിക്കും, വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ബിക്കോസ് അങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ റിലേഷനിൽ മാനിഫെസ്റ്റ് ചെയ്ത് ആൾ വന്ന് അതിനുശേഷം ഇവഞ്ച്വലി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്ത് ഡെയിലി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു സ്പെസിഫിക് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആക്ച്വലി സോർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ, അതൊരു എനർജി മാനിപ്പുലേഷൻ ആണ്. സോ മേക്ക് ഷുവർ യു ഗൈസ് വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഞാൻ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാനിഫെസ്റ്റേഷൻ വർക്ക്സ് ഓൺ വൺ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. യു അട്രാക്ട് വാട്ട് യു വാണ്ട്, യു അലൈൻ വിത്ത് വാട്ട് യു ആർ, ആൻഡ് ഇവഞ്ച്വലി യൂണിവേഴ്സ് നിങ്ങളോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് ആ ഒരു യൂണിവേഴ്സല്ലോ. അപ്പോൾ ഇതിൽ മിക്ക ആൾക്കാരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സ്പെസിഫിക് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളൊരു സോളാണ്, ഞാൻ ഒരു സോളാണ്, ഈ യൂണിവേഴ്സിലുള്ള പല ആൾക്കാരും പല രീതിയിലുള്ള ഫ്രീ വില്ല് അവർക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആരിഷ്ടപ്പെടണം, ആരൊപ്പം പോകണം, ആരൊപ്പം റിലേഷൻ ആവണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീ വില്ല് നിങ്ങൾക്കുണ്ട്. അതേപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ആ ഒരു സ്പെസിഫിക് പേഴ്സണും അതിൻ്റേതായിട്ടുള്ള ഫ്രീ വില്ലുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ ആ ഒരു ഫ്രീ വില്ലാണ് നിങ്ങൾ ഓവർ റൈഡ് ചെയ്യണത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി യു ഡോണ്ട് കെയർ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഏത് സോർട്ട് ഓഫ് ഇതാണ് നിങ്ങളോട്ട് വരേണ്ടതെന്നൊക്കെ ആ ഒരു പ്ലാനിങ് ഒന്നും നിങ്ങൾ കെയർ ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. ബിക്കോസ് എല്ലാ സോൾസിനും അവരുടേതായിട്ടുള്ള ഫ്രീ വിൽ ഉണ്ട്. ദേ ഹാവ് ദെയർ ഓൺ ഡിസിഷൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോർട്ട് ഓഫ് നിങ്ങൾക്ക് എന്ത് സോർട്ട് ഓഫ് റിലേഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ആൻഡ് ആ ഒരാൾ അതിനായിട്ട് അലൈൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലെറ്റ് ദം കം ടു യു. അതിന് പകരം നിങ്ങൾ ആ ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങൾക്ക് വേണം എന്നുള്ള ഫോഴ്സ്ഫുള്ളി ആ ഒരു സോർട്ട് ഓഫ് എനർജിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, ആ ഒരു സോളിൻ്റെ ഫ്രീ വില്ല് നിങ്ങൾ ഓവർ റൈഡ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ആളെ വലിച്ചെടുക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ, അതൊരു സോർട്ട് ഓഫ് എനർജി മാനിപ്പുലേഷൻ ആണ്. ആൻഡ് എല്ലാ എനർജി മാനിപ്പുലേഷൻസിനും അതിൻ്റേതായിട്ടുള്ളൊരു കോൺസിക്വൻസസ് ഉണ്ട്. ഞാനിതൊരു എനർജി പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഒരാളെ പറ്റി ഒബ്സസീവ്ലി തിങ്ക് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ഹ്യൂമൻ ബോഡിയുടെ ചുറ്റും ഒരു എനർജി ബോഡി ഉണ്ട്. ഓറ എന്ന് പറയും, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു എനർജി ഫീൽഡ് ഉണ്ട് എല്ലാ സോൾസിനും. ഇപ്പം നിങ്ങൾ സ്പെസിഫിക് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാൾക്കും അവരുടേതായിട്ടുള്ളൊരു ഫീൽഡ്, ഒരു ഓറ അവർക്ക് ചുറ്റുമുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, എനർജി ഫീൽഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ കോൺസ്റ്റൻ്റ്ലി ആ ഒരാളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക, സ്ക്രിപ്റ്റ് ചെയ്യുക, വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമുള്ള ആളായിരിക്കാം പ്രശ്നമില്ല, യു ആക്ച്വലി ക്രിയേറ്റ് എ എനർജറ്റിക് കോഡ്. ആ ഒരാളുടെ എനർജി ഫീൽഡും ആ ഒരു ഓറയും മറ്റാളുടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഓറയും ആ ഒരാളുടെ ഓറയായിട്ട് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും, ഒരു എനർജി കോഡ് എന്ന് പറയും. ആ ഒരു സാധനം ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആളെ കൺസെൻറ്റോ അല്ലെങ്കിൽ ആളെ നോളേജ് ഇല്ലാണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആലോചിച്ച് ഉണ്ടാക്കിയിട്ടൊരു കോഡാണ് ആ സാധനം. ഇത് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ ആരെപ്പറ്റി ഇങ്ങനെ ഫാമിലീസ് ആയിക്കോട്ടെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഒബ്സസീവ്ലി ആരെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ആ ഒരു എനർജി കോഡ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇവരെ പോലും നോളജും കൺസെൻറ്റ് ഇല്ലാണ്ട് അവർക്കൊരു ഫീലിംഗ് വരും. ദേ ആക്ച്വലി സ്റ്റാർട്ട് ഫീലിംഗ് ഡ്രെയിൻഡ്. കാരണം നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ ആളെപ്പറ്റി ചിന്തിച്ചിട്ട് നിങ്ങളുടെ എനർജി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലോട്ട് നിൽക്കേണ്ട ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ ആ ഒരാൾക്ക് അങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ ആൾക്കൊരു അൺഈസി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സോർട്ട് ഓഫ് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവും. എസ്പെഷ്യലി ഫോർ യു, നിങ്ങൾക്കാണ് മെയിനായിട്ട് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവാം. കാരണം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ആ ഒരാളെ പറ്റി ചിന്തിച്ചിട്ട് ആളുടെ ആ ഒരു ഓറ നിങ്ങൾ ആ ഒരു ഇതിൽ പുള്ളിയാണ്, നിങ്ങൾ അടുത്തോട്ട് വലിച്ചെടുക്കുകയാണ്. അവർ പോലും അറിയാണ്ട് അല്ലെങ്കിൽ അവരുടെ നോളജ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഗോണ ക്രിയേറ്റ് എ എനർജറ്റിക് ഇംബാലൻസ്. ഈ ഒരു ഇതിനെ പറയുന്നതാണ് സൈക്കിക് ഇൻട്രൂഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ കൂടുതൽ ചെക്കൗട്ട് ചെയ്യാം. സൈക്കിക് ഇൻട്രൂഷൻ എന്നാണ് അതിനെ പറയാം. കാരണം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഒരാളുടെ ഓറ അല്ലെങ്കിൽ ആ ഒരാളുടെ എനർജി ബോഡി നിങ്ങളിലോട്ട് വലിക്കുകയാണ് വിത്തൗട്ട് ദം നോയിങ്. അപ്പോൾ അവർക്കൊരു എനർജറ്റിക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്കും മെയിൻലി നിങ്ങൾക്ക് ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാണ്. അവർക്ക് ഡ്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ്ലി നിങ്ങൾ എനർജി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യു മൈറ്റ് ബി തിങ്കിങ് യു ആർ മാനിഫെസ്റ്റിംഗ് ലവ്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു എനർജറ്റിക് ഇംബാലൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചടിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലത്തെ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും. ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ കുറേ മുന്നേ ഇതേപോലെ മാനിഫെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ മറ്റാൾക്കാരെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ആളായിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നടക്കില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശരിയല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് തരാൻ നോക്കുന്നത്. ബട്ട് യു ക്യാൻ മാനിഫെസ്റ്റ്. ബട്ട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ല മാനിഫെസ്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ പറഞ്ഞുതരാം.
ഈ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു ആൻഡ് ഇവഞ്ച്വലി ആ കാര്യം വർക്കൗട്ടായി, ഒരു പ്രശ്നം ഉണ്ടായില്ല, വിചാരിച്ച പോലെ എല്ലാം നടന്നു. പക്ഷേ പിന്നീട് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളായിട്ട് വരാൻ തുടങ്ങി. ദേ ബോത്ത് സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹീറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യമായി തുടങ്ങി, തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രശ്നമായി തുടങ്ങി. അല്ലെങ്കിൽ പിന്നീട് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഫെയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇവർ ചുറ്റുമുള്ള കാര്യങ്ങൾ രണ്ടുപേർക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. വിചാരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, ഓരോ പ്രശ്നങ്ങൾ ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ആ ആളുടെ ലൈഫിൽ എന്ന് പറഞ്ഞു ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ആൾ വന്നത്. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് അത്ര ചെറിയ പരിപാടിയല്ല. ഇതൊരു എനർജറ്റിക് ഇംബാലൻസ്, വളരെയധികം ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓർഗാനിക് സോർട്ട് ഓഫ് ലവ് റിലേഷൻഷിപ്പ് അല്ല. ഇവർ ഫോഴ്സ്ഫുള്ളി ജനറേറ്റ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ജനറേറ്റ് ചെയ്യുന്ന ഒരു എനർജി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന സംഭവം ഒരിക്കലും ഹോൾഡ് ചെയ്യില്ല. ഇറ്റ് ഗെറ്റ്സ് കൊളാപ്സ് അണ്ടർ ഇറ്റ്സ് വെയിറ്റ്. ഇവഞ്ച്വലി ഓരോ പ്രശ്നങ്ങൾ ബാക്ക് ഫയേഴ്സ് വരും ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ. കാരണം അവിടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദേ മൈറ്റ് ഹാവ് ഹാഡ് എ പ്ലാനിങ് ഫോർ ദം. ആ ഒരാൾക്ക് ചിലപ്പോൾ അവർക്കും ഉണ്ടാവില്ല മാനിഫെസ്റ്റേഷൻസും, അവർക്കും കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സോർട്ട് ഓഫ് ഇതിൽ യൂണിവേഴ്സ് ആ ഒരു ഇത് ഡെലിവർ ചെയ്യാൻ നിൽക്കുന്ന ടൈമിലായിരിക്കും നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഡെയിലി നിങ്ങൾ അതും ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരാളുടെ ഫ്രീ വിൽ ഓവർ റൈഡ് ചെയ്ത് നിങ്ങൾ എടുക്കണത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് എനർജറ്റിക് ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 sorts ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കാർമിക് റിലേഷൻ എന്ന് പറയും, സോൾമേറ്റ്സ് എന്ന് പറയും, ട്വിൻ ഫ്ലെയിം എന്ന് പറയും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് ആണ്. ആ ഒരു റിലേഷനാണ് ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ആവുന്ന ഒരു സോർട്ട് ഓഫ് റിലേഷൻ. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചാൻസ് ഉള്ളൂ വർക്കൗട്ട് ആവാൻ. ആൻഡ് ആ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് മിറർ ചെയ്യുന്ന സോർട്ട് ഓഫ് പേഴ്സൺ ആയിരിക്കും. പക്ഷേ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് ആ ഒരു സോർട്ട് ഓഫ് ഫീലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കൽ വരുന്ന ഒരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു ലെസൺസ് ആണ്. പിന്നെ വരുന്നൊരു കാർമിക് റിലേഷൻ എന്ന് പറയും. നിങ്ങളുടെ മുന്നത്തെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങളൊപ്പം വരുന്ന ഒരാളാണ്. ഒരു കംപ്ലീറ്റ് ലെസൺ തരാം. ഈ 2 റിലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലെസൺ തന്ന് ഇവഞ്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു ആൾക്കാരാണ്. ഇതിൽ സോൾമേറ്റ്സ് ആണ് നിങ്ങളൊപ്പം കൂടുതൽ നിൽക്കുന്നുണ്ടാവുന്ന റിലേഷൻസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന റിലേഷൻസ്, ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാർമിക് റിലേഷൻ ആവാം, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആവാം, ചിലപ്പോൾ സോൾമേറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ റിലേഷൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളിലോട്ട് വന്ന് നിങ്ങൾക്ക് ഓരോ ലെസൺസ് തന്നിട്ട് പോവാന്നുള്ളൊരു സോർട്ട് ഓഫ് റിലേഷനാണ്. നിങ്ങളുടെ ഒരു കാർമിക് റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എവോൾവ് ചെയ്യാനുള്ള, നിങ്ങൾ ബെറ്റർ ആവാൻ, അല്ലെങ്കിൽ ഓരോ ലെസൺസ് തന്ന് നിങ്ങളെ ഇതാക്കാനുള്ള ഒരു സോർട്ട് ഓഫ് റിലേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന റിലേഷൻസ് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരാളെ സോൾമേറ്റ് ആക്കാനാണ് നോക്കുന്നത്. എവറി സോൾ ഹാസ് ഇറ്റ്സ് ഓൺ പേർപ്പസ്. അതേ നേരം അങ്ങനെ ഒരു ലെസൺ തരാൻ വരുന്ന ആളെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി പിടിച്ച് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ടാണ് ഇവഞ്ച്വലി പിന്നെ പോകുന്നുണ്ടാവുക. കാരണം അവിടെ ഓരോ സോൾസും ഞാൻ പറഞ്ഞ ഓരോ പേർപ്പസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഫൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇവഞ്ച്വലി യൂണിവേഴ്സ് തന്നെയാണ് ജയിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബാക്ക് ഫയേഴ്സും കോൺസിക്വൻസസും ഒക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം, ആ ഒരു പ്രോപ്പർ സോൾമേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. അതേ നേരം ഒരു സ്പെസിഫിക് പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീ വില്ലുണ്ട്, അതേപോലെ തന്നെ സോൾ പേർപ്പസ് ഉണ്ട്. ചിലപ്പോൾ അതൊരു കാർമിക് റിലേഷൻ ആവാം, അല്ലെങ്കിൽ ആ ഒരു ട്വിൻ ഫ്ലെയിം ആവാം. അങ്ങനത്തെ ഉള്ള റിലേഷൻ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അത് പിടിച്ചു നിർത്തി ഒരു സോൾമേറ്റിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കാത്തൊരു കാര്യമാണ്. ആൻഡ് ആ ഒരു ഫൈറ്റിൽ എപ്പോഴും യൂണിവേഴ്സ് തന്നെയാണ് ജയിക്കുക. അപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ആവാന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സോൾമേറ്റ്സിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് യു പുൾ ടുവേർഡ്സ് യു, ഫോഴ്സ്ഫുള്ളി നിങ്ങളോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് യു അട്രാക്ട്. ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഒരു സോർട്ട് ഓഫ് പേഴ്സൺ എങ്ങനെയാണോ ആ ഒരാളായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി മാനിഫെസ്റ്റ് ദാറ്റ് പേഴ്സൺ. അല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ആളെ സ്പെസിഫിക് പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബാക്ക് ഫയർ ആണ്. അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണ്ട സോർട്ട് ഓഫ് ലവ്, നിങ്ങൾക്ക് വേണ്ട സോർട്ട് ഓഫ് റിലേഷൻ, ആ ഒരു ഫീലിംഗ്, ഹോണസ്റ്റി, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. കാരണം അത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ ആ യൂണിവേഴ്സിലോട്ട് പറഞ്ഞൊരു സംഭവമാണ്. ആൻഡ് ആ ഒരു സ്പെസിഫിക് പേഴ്സൺ അതിനായിട്ട് അലൈൻ ചെയ്യുന്ന ഒരു സോർട്ട് ഓഫ് പേഴ്സൺ ആണെങ്കിൽ ഇതിൽ വർക്കൗട്ട് ആ ഒരാൾ നിങ്ങളോട്ട് വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പം റെഡി ആയിക്കോളും. അല്ലാണ്ട് നിങ്ങൾ ആ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓരോ പ്രശ്നങ്ങളുണ്ട്. സോ യു ക്യാൻ മാനിഫെസ്റ്റ് എ ഫീലിംഗ്. നിങ്ങൾക്ക് വേണ്ട ഒരു സോർട്ട് ഓഫ് ആ ഒരു ഡ്രീം പേഴ്സൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം, ബട്ട് നോട്ട് എ സ്പെസിഫിക് പേഴ്സൺ. ആൻഡ് ഇവഞ്ച്വലി യു ഷുഡ് സ്റ്റോപ്പ് ഫോഴ്സിങ് ആൻഡ് സ്റ്റാർട്ട് ബിലീവിങ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരാൾ നിങ്ങളോട്ട് വന്നോളും. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഹോപ്പ് യു ഗൈസ് ആക്ച്വലി എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. കാര്യങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, മിക്ക ക്രിയേറ്റേഴ്സ് ഈ ഒരു കാര്യം പറഞ്ഞു തരാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കമൻസിൽ കൂടുതലും വരുന്നൊരു കാര്യം ഈ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ കമൻസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു വീഡിയോയിലാണെങ്കിലും അതിനനുസരിച്ചുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ടൈം ഉണ്ട്, കട്ട് ഷോട്ട് ചെയ്യേണ്ടി വരും. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ, കൂടുതലും ഈ റിലേഷൻഷിപ്പ്, കാർമിക് അല്ലെങ്കിൽ സോൾമേറ്റ്സ്, അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുകയാണെങ്കിൽ
you can comment in the video. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഷോർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. So hope you guys actually enjoyed watching this video. Make sure you guys like, comment and subscribe. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.